ഘടകപൂരങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. തെക്കിൻകാട് മൈതാനത്തേക്ക് പൂരപ്രേമികളുടെ ഒഴുക്കാണ്. വെടിക്കെട്ടില്ലെങ്കിലും പൂരത്തിന്റെ മറ്റു കാഴ്ചകളെല്ലാം വർണ്ണാഭമാണ്. 9 ആനകളുടെ അകമ്പടിയോടുകൂടി കണിമംഗലം ശാസ്താവാണ് ആദ്യം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ആനപ്രേമികളുടെ ആവേശമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് എത്തിയത്. 11:30യോടുകൂടിയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണിത്വത്തിൽ ഇലഞ്ഞിത്തറ മേളം 2:30-ക്കാണ്. കുടമാറ്റം വൈകിട്ട് 15 മിനിറ്റ് നേരമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ പൂരക്കാഴ്ച ഇങ്ങനെ പരിമിതപ്പെടാനുള്ള സാഹചര്യം പ്രിയ പ്രേക്ഷകരെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അത് മുണ്ടത്തിക്കോട് ഉണ്ടായ അപകടമാണ്. നമുക്ക് നഷ്ടപ്പെട്ട ജീവനുകളാണ്. അവരോടുള്ള ഒരു കർത്തവ്യത്തിന്റെ ഭാഗമായി, അവരോടുള്ള സ്നേഹത്തിന്റെ അല്ലെങ്കിൽ അവരോടുള്ള ഒരു കടപ്പാടിന്റെ ഒക്കെ പേരിലാണ് ചടങ്ങും ആചാരവും മാത്രമാക്കി ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി ഇത്തവണ പൂരം ആഘോഷിക്കുന്നത്. പൂരക്കാഴ്ചകളുമായി ജേസൺ ചമ്മോളപ്പിലും VS രഞ്ജിത്തും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ ജേസണിലേക്കാണ് പോകുന്നത്. ജേസൺ, പൂരക്കാഴ്ചകൾ കൊട്ടിക്കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ഓരോ ഘടകപൂരങ്ങളും വരുമ്പോഴും അതിന്റെ പ്രൗഢിയും മഹിമയും കാഴ്ചയുടെ ഭംഗിയും എല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാഴ്ചകൾ എന്തൊക്കെ? മാധു, തീർച്ചയായും പൂരക്കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ വിദ്യാധരൻ മാഷാണ്. തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത കുറെ പേരുകളിൽ ഒന്നാണ് വിദ്യാധരൻ മാഷ്, അല്ലേ? അതെ, നമ്മളെ മാഷിന്റെ ഒരു പാട്ടിന് കൽപ്പാന്ത കാലത്തോളം എന്നുള്ളത്. ഇപ്പോൾ പൂരത്തെ കുറിച്ച് പറയുകയാണെങ്കിലും കൽപ്പാന്ത കാലത്തോളം നമുക്ക് വേണ്ടപ്പെട്ട ഒന്നാണ് തൃശ്ശൂർ പൂരം. എന്തൊക്കെ സംഭവിച്ചാലും ഒടിച്ചു നിർത്താൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന്, അല്ലേ? ഈ വർഷം പൂരത്തിന് 2026 പൂരം നമുക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും കുറേ ആൾക്കാർ മരിച്ചു. ഈ ദുരന്തം ഉണ്ടായിട്ടും നമ്മൾ ചടങ്ങുകളായിട്ട് ചുരുക്കി കാര്യം നടത്താണ്. ഞാൻ ഈ പൂരത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തു. അത് സുരേഷ് മച്ചാട് എഴുതി, ഞാൻ സംഗീതം ചെയ്ത് ഡോക്ടർ ബിനീതി ഞാനും ചേർന്ന് പാടി. അത് ഷൂട്ട് ചെയ്തു. അത് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. വിദ്യാധരൻ മാസ്റ്റർ ഒഫീഷ്യൽ എന്നുള്ള ചാനലിലാണ് റിലീസ് ചെയ്തത്. ആൾക്കാരെല്ലാവരും കാണുന്നുണ്ട്. നല്ല റിപ്പോർട്ടാണ്. ആ പാട്ട് പൂരം പൊടി പൂരം തൃശ്ശൂർ പൂരം, പൂരം പൊടി പൂരം തൃശ്ശൂർ പൂരം, ശക്തനം തമ്പുരാൻ്റെ ഭാവനയിൽ പൂത്തൊരു പൂരം തൃശ്ശൂർ പൂരം പൊടിപൂരം, തൃശ്ശൂർ പൊടിപൂരം, പൂരം 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 തൃശ്ശൂർ പൊടിപൂരം, തൃശ്ശൂർ പൂരം. ഈ പാട്ട് നിങ്ങൾ കേൾക്കുക. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വിഷലും വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പം ഇങ്ങനൊരു ദുരന്തം. നമുക്ക് ഇങ്ങനെ നല്ലൊരു പാട്ട് നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ കേൾക്കാനും കാണാനും പറ്റുന്നതായിരുന്നു. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിൽ പൂരം നടക്കുന്നുണ്ടെങ്കിലും ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി നടക്കുകയാണ്. എല്ലാവരും സഹകരണമൊക്കെ ഉണ്ടാകട്ടെ. ഈ ദയനീയത മനസ്സിലാക്കി നമ്മൾ ഈ വർഷം ഇതിനോടൊപ്പം ഒത്തുചേരുക. എന്തായാലും എല്ലാ ചെലവും ചെയ്ത് എല്ലാവരും ഒരുക്കിയതല്ലേ, അത് നിർത്താൻ പറ്റില്ല. കൂട്ടായ്മ നടക്കട്ടെ, അല്ലേ? ആ കൂട്ടായ്മ നടക്കട്ടെ. അപ്പോൾ അതിന് നമുക്ക് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാം നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം. ഓക്കെ മാഷേ. അപ്പോൾ വിദ്യാധരൻ മാഷ് അടുത്ത തവണ തൃശ്ശൂർ പൂരത്തിന് സംഘാടകയാവാൻ സാധ്യത? അല്ല, അടുത്ത തവണ ഇവര് തൃശ്ശൂർ പൂരത്തിന് സംഘാടകയാവാൻ സാധ്യതയുണ്ടോ? ജയിക്കട്ടെ, മഹാദേവനോട് പറയാം. അവർ ജയിച്ചു വരട്ടെ. എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ള മനസ്സുള്ള ആൾക്കാരാണ് ഇവരൊക്കെയാണ് പുറത്ത് നിൽക്കുന്നത്. അത് നന്നായി വരട്ടെ. ഓക്കെ. എന്താണ് ഈ പൂരത്തിന് ഇപ്പോൾ നേരത്തെ ജസ്റ്റിനോട് ചോദിച്ച പോലെ അടുത്ത വർഷം സംഘാടകയാവും? അറിയില്ല, ദൈവം തീരുമാനിക്കട്ടെ. കാരണം എൻ്റെ അച്ഛനെ കുട്ടിക്കാലം തൊട്ട് സംഘാടകനായിട്ട് കണ്ടിട്ടില്ല. അച്ഛനായിരിക്കും പൂരം എന്ന് പറഞ്ഞാൽ അച്ഛനായിരിക്കും എൻ്റെ ചെയർമാൻ. അപ്പോൾ ആ ഒരു ഏറ്റവും നല്ല പൂര ഓർമ്മ ഏതാണ്? ഏറ്റവും കുട്ടിക്കാലത്തെ പൂരം. കാരണം ഒന്നും ആലോചിക്കണ്ട, ലോകത്തിനെ പറ്റി ഒരു ഇതും വേണ്ട. അച്ഛൻ പോരുക, ഡ്രസ്സ് ഇടുക, കൂടെ പോരുക, കരഞ്ഞ് അച്ഛനോട് സാധനങ്ങളൊക്കെ മേടിക്കുക. പൂരക്കാഴ്ചകൾ ഏറ്റവും പ്രിയപ്പെട്ട അത് ആനച്ചന്തമുണ്ട്, കുടമാറ്റമുണ്ട്, വെടിക്കെട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടം മറ്റേ കുടമാറ്റം ഏറ്റവും ഇഷ്ടം. നിറങ്ങൾ എനിക്ക് ഇത്തവണ കുടമാറ്റം 15 മിനിറ്റ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിലൊന്നും നിൽക്കില്ല. 15 സെറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോ പൂരത്തിന്റെ ആളുകൾ വലിയ രീതിയിലൊരു ആഘോഷത്തും വേണ്ടെന്ന് കരുതി ആളുകൾ കയറി വരും. എന്താണ് ഇപ്പോൾ ആളുകളെ കാണുമ്പോൾ ഇതിലൊരു ഐക്യപ്പെടലുണ്ട്. ഓരോ പൂരത്തിനും ഈ പൂരപ്പറമ്പിലേക്ക് എത്തുമ്പോൾ ഓരോതരം സ്പിരിറ്റ് ഉണ്ടല്ലോ ആളുകൾക്ക്. പലതരം സ്പിരിറ്റിലുണ്ട്. കാഴ്ചയുടെ, കേൾവിയുടെ, ദൃശ്യ ശ്രാവ്യ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നു. ചിലർക്ക് ആനച്ചമയം കാണാനായിരിക്കും സന്തോഷം, ചിലപ്പോൾ മേളം കേൾക്കാനായിരിക്കും സന്തോഷം, ചിലർക്ക് വെറുതെ നടക്കാനായിരിക്കും.
ഇത്തവണ കോമൺ ആയിട്ട് എല്ലാവരിലും ഉണ്ടെന്ന് തോന്നുന്ന ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ പൂരത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഐക്യപ്പെടലാണ്. ദുഃഖം അനുഭവിച്ച് വേദന അനുഭവിച്ചൊരു പക്ഷേ ഈ പൂരത്തിൻ്റെ ഏറ്റവും ശക്തമായ പങ്കാളിത്തത്തിൽ ഉണ്ടാവുകയും ഏറ്റവും കൂടുതൽ ഈ പൂരം ആസ്വദിക്കുകയും ചെയ്യേണ്ടിയിരുന്ന പ്രിയപ്പെട്ടവർ പലരും നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയതിൻ്റെ അവരോടുള്ളൊരു അനുസ്മരണവും ഒരു ആദരവും കലർന്നതാണ്. അപ്പോൾ സാധാരണ ഈ പൂരത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാതും അടിച്ചുപൊളി സ്വഭാവമുള്ള പാട്ടാണെങ്കിൽ നൊമ്പരം കലർന്ന ഒരു പൂരം സോങ് നമ്മൾ ഒരുക്കിയതുണ്ട്. രഞ്ജിത്ത് അതിൻ്റെ ഒരു 2 വരി പാടും. അതോടൊപ്പം ഈ കൊറോണ കാലത്തും അനുസ്മരിച്ച് വന്നല്ലോ, അതിൽ ഇത്തരത്തിലുള്ള അനിശ്ചിതങ്ങളെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ളൊരു പാട്ടാണ്. പൂരത്തിനാരുമില്ലെന്നാരു ചൊല്ലി പൂരമിന്നുള്ളതിലല്ലേ, മേളത്തിലാരവം കേൾക്കാം ഹൃദയത്തിൽ സ്പന്ദന താളമതല്ലേ, 1000 വർണ്ണക്കുടകൾ നിരന്നതെൻ ആത്മാവിൻ മുറ്റത്തിലല്ലേ, ആമോദമുത്സവ ചന്തത്തിലെൻ മനം ആകെ കുളിർ കോരിയില്ലേ, ശ്രീവടക്കും നാദ സന്നിധിയായ എൻ്റെ നെഞ്ചകം മാറിയതല്ലേ, പാറമേക്കാവമ്മയും തിരുവമ്പാടി ദേവിയും കൂട്ടുവന്നില്ലേ, ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ആനയ്ക്കലങ്കാരമല്ലേ, കുമ്പും കുഴൽ വിളി വാദ്യഘോഷങ്ങളും ഇമ്പം തുളുമ്പുന്നതല്ലേ, ഇമ്പം